പാപ്പ അന്തരിച്ചു എന്ന ദുഃഖകരമായ വാർത്തയാണ് ഈ നിമിഷത്തിൽ പുറത്തുവരുന്നത്. ആഗമന കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തരിച്ചു. അതിന്റെ കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാകും. അദ്ദേഹം ആരോഗ്യവാനായി തിരിച്ചെത്തിയതാണ്. നേരത്തെ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിഞ്ഞിരുന്നതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. പിന്നീട് അദ്ദേഹം ആരോഗ്യം വീണ്ടെടുത്ത് അദ്ദേഹം വിശ്വാസികൾക്കിടയിലേക്ക് വന്നതാണ്. ഈസ്റ്റർ സന്ദേശം അദ്ദേഹം നൽകിയതാണ്. വിശ്വാസികൾക്കിടയിലായിരുന്നു അദ്ദേഹം. അതിനിടെയാണ് ദുഃഖകരമായ വാർത്ത വരുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തരിച്ചു. സ്നേഹത്തോടെ പോപ്പ് എന്ന് അഭിസംബോധന ചെയ്യുന്ന മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തരിച്ചു. വത്തിക്കാനിൽ നിന്നുള്ള അതീവ ദുഃഖകരമായ ഈ വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാകും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗ വാർത്തയാണ് ഇപ്പോൾ ലോകം ഇപ്പോൾ സങ്കടത്തോടുകൂടി ദുഃഖകരമായ ഈ വാർത്ത ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. 88 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ഫ്രാൻസിസ് മാർപ്പാപ്പ ആരോഗ്യവാനായി തിരിച്ചെത്തിയതിൽ ലോക നേതാക്കളും സന്തോഷം പ്രകടിപ്പിച്ചതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ 1936 ഡിസംബർ 17 ജനിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്പോൾ അന്തരിച്ച വിവരമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 2013 മാർച്ച് 13 അദ്ദേഹം കത്തോലിക്ക സഭയുടെ 266ാമത്തെ പോപ്പായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. അങ്ങനെ ശാരീരിക അവശതകൾ കാരണം ബെനഡിക്ട് 16 പാപ്പ ഫെബ്രുവരി 28 രാജിവെച്ചതിനെ തുടർന്നായിരുന്നു 2013 ഫെബ്രുവരി 28 രാജിവെച്ചതിനെ തുടർന്നായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ 266ാമത്തെ പോപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടത്. അർജന്റീനക്കാരനാണ് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പോപ്പായി തെരഞ്ഞെടുക്കുന്നതിന് മുൻപ് അദ്ദേഹം ബ്യൂണസ് അയേഴ്സ് രൂപതയുടെ തലവനായിരുന്നു. ഔദ്യോഗിക വസതി ഉപേക്ഷിച്ച് നഗരപ്രാന്തത്തിലെ ചെറിയ അപ്പാർട്ട്മെന്റിലായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. എന്തായാലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗ വാർത്ത, ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം പുറത്തുവരും. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി പെട്ടെന്ന് വഷളാവുകയാണ് ഉണ്ടായത്. ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ, റോമിന്റെ മെത്രാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തരിച്ചു. ഇപ്പോൾ സഭാവിശ്വാസികൾ ദുഃഖകരമായ ഈ വാർത്ത കേട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകമാകമാനം ലോക നേതാക്കൾ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് അല്പസമയത്തിനകം തങ്ങളുടെ സന്ദേശങ്ങൾ നൽകും. ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകമാന കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ, അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരിയിലാണ് അന്നത്തെ മാർപ്പാപ്പയായിരുന്ന ജോൺ പോൾ രണ്ടാമൻ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തിയത് ഫ്രാൻസിസിനെ. അതിനുശേഷമാണ് അദ്ദേഹം 2013 കർദിനാളായിരിക്കെ അദ്ദേഹം മാർപ്പാപ്പയായി അവരോധിക്കപ്പെട്ടത്. 2005 മെത്രാന്മാരുടെ സുന്നഹദോസ് കർദിനാൾ ബെർഗോളിയോയെ പോസ്റ്റ് ബിഷപ്പ് കൗൺസിൽ അംഗമായി തെരഞ്ഞെടുത്തിരുന്നു. അതേ വർഷം തന്നെ അർജന്റീന മെത്രാൻ സംഘത്തിന്റെ പ്രസിഡന്റായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. ആ പദവികൾ വഹിച്ചതിന് ശേഷമാണ് അദ്ദേഹം മാർപ്പാപ്പയായി അവരോധിക്കപ്പെട്ടത്. ദൈവശാസ്ത്ര മേഖലയിൽ യാഥാസ്ഥിതികനായി അറിയപ്പെടുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ഗർഭഛിദ്രം, സ്വവർഗാനുരാഗം, സ്ത്രീ പൗരോഹിത്യം, വൈദിക ബ്രഹ്മചര്യം മുതലായ വിഷയങ്ങളിൽ സഭയിലെ പരിഷ്കരണവാദികളുടെ മറുചേരിയിലായിരുന്നു. ഒട്ടേറെ വിഷയങ്ങളിൽ അദ്ദേഹം തന്റെ ആശയങ്ങൾ പങ്കുവെച്ചതാണ്. അദ്ദേഹം സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിന്നതാണ്. സാധാരണക്കാരോടും സമൂഹത്തിൽ താഴേക്കിടയിലുള്ളവരോടുമുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രതിബദ്ധതയും ശ്രദ്ധിക്കപ്പെട്ടതാണ്, ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. മതങ്ങൾക്കിടയിലുള്ള ആശയവിനിമയത്തെ അദ്ദേഹം പിന്തുണയ്ക്കുകയാണ് ഉണ്ടായത്. നിയന്ത്രണമില്ലാത്ത കമ്പോള വ്യവസ്ഥയെ വിമർശിച്ചിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹം ഒട്ടേറെ വിഷയങ്ങളിൽ, വിവാദ വിഷയങ്ങളിൽ, ലോകത്തിന്റെ ശ്രദ്ധയാകർഷിച്ച വിഷയങ്ങളിൽ സഭയുടെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയതാണ്. 1973 അർജന്റീനിയൻ ഈശോ സഭ പ്രൊവിൻഷ്യൽ പദവിയിലെത്തിയ ബെർഗോളിയോ ആ നാട്ടിൽ 1976 മുതൽ 83 വരെ അധികാരത്തിൽ നിന്ന പട്ടാള ഭരണകൂടത്തിന്റെ അരും ചെയ്തികളോട് പുലർത്തിയ സമീപനം ഇത് വിവാദ വിഷയമായ ഒരു സംഭവമായിരുന്നു. മാർപ്പാപ്പ ആയതിനു ശേഷം പോപ്പ് ഫ്രാൻസിസ് നിരവധി രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നു. നിരവധി നേതാക്കളുമായി അദ്ദേഹം ആശയവിനിമയം നടത്തിയിരുന്നു. വത്തിക്കാൻ ന്യൂസിൽ നിന്ന് പുറത്തു വരുന്ന ഈ വാർത്തയാണ് ഇപ്പോൾ കാണുന്നത്. പോപ്പ് ഫ്രാൻസിസ് ഡൈഡ് ഓൺ ഈസ്റ്റർ മൺഡേ April 21, 2025 at the age of 88 at his residence in the വത്തിക്കാൻസ് കാസ സാന്റ മാർട്സ് എന്നാണ് വത്തിക്കാൻ ന്യൂസിൻ്റെതായുള്ള ഔദ്യോഗിക വിവരം പുറത്തു വന്നിരിക്കുന്നു. 1936 അദ്ദേഹത്തിന്റെ ജനനം. പോപ്പ് ജോൺ പോൾ രണ്ടാമനെ പോലെ യാത്രകൾക്കും സാധാരണക്കാരായ ജനങ്ങളുമായിട്ടുള്ള അടുത്തിടപഴകലിനും അദ്ദേഹം താല്പര്യപ്പെട്ടിരുന്നു. പോപ്പ് ഫ്രാൻസിസ് ആ രീതിയിലും അദ്ദേഹം ഏറെ വാർത്താ പ്രാധാന്യം നേടിയതാണ്. ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള 100 പേരുടെ ഫോബ്സ് പട്ടികയിൽ 4ാം സ്ഥാനത്ത് അദ്ദേഹം അടുത്തിടെ എത്തിയിരുന്നു എന്ന പ്രത്യേകതയുമുണ്ട്.
2019 ഫെബ്രുവരി 3 മുതൽ 5 വരെ നടത്തിയ ഐക്യ അറബ് എമിറേറ്റുകളിലേക്കുള്ള മാർപ്പാപ്പയുടെ സന്ദർശനം ചരിത്ര പ്രാധാന്യമുള്ളതായിരുന്നു. കത്തോലിക്ക സഭയിൽ ഏറെ മാറ്റങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം വഹിച്ചിട്ടുള്ള ആളാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്ന വ്യക്തിയാണ്. സാധാരണക്കാരോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹാനുകമ്പകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു, ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്ന കാര്യമാണ്. കത്തോലിക്ക വിശ്വാസികളെ ലോകത്തെമ്പാടും ഒരുമിച്ച് നിർത്താൻ അദ്ദേഹത്തിൻ്റെ പ്രയത്നങ്ങൾക്ക് സാധിച്ചിരുന്നതാണ്. ഒട്ടേറെ വിവാദ വിഷയങ്ങളിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തേണ്ടി വന്നിരുന്നു അദ്ദേഹം. അതോടൊപ്പം തന്നെ സഭാ വിശ്വാസികളെ ഒരുമിച്ച് നിർത്തുന്നതിനുള്ള ശ്രമങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ലോകരാജ്യങ്ങളുമായി മികച്ച സൗഹൃദം പങ്കിട്ടിരുന്നു. ലോക നേതാക്കളുമായി ആശയവിനിമയം നടത്തുന്നതിലും അദ്ദേഹം സമർത്ഥമായിട്ട് സമയം കണ്ടെത്തിയിരുന്നു. അദ്ദേഹം ലോകയാത്രകൾ നടത്തുന്നതിനും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. എന്തായാലും ദുഃഖകരമായി വാർത്ത വരികയാണ്. മാർപ്പാപ്പ അന്തരിച്ചു. അദ്ദേഹം കാലം ചെയ്ത വിവരമാണ് ഇപ്പോൾ വത്തിക്കാൻ ന്യൂസ് ഔദ്യോഗികമായിട്ട് തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. വിശ്വാസം മങ്ങിയ കാലത്ത് സഭയ്ക്ക് വെളിച്ചമായ ഇടയനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. ഈ രീതിയിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അഭയാർത്ഥികളായി എത്തിയ കുടുംബത്തിൽ ജനിച്ച് രോഗപീഠകളുടെ കൗമാരവും കടന്നായിരുന്നു. ഹോർഹെ മരിയോ ബെർഗോളി, അതായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ ജീവിതയാത്ര ഇങ്ങനെയായിരുന്നു. കത്തോലിക്ക സഭയുടെ 2000-ലധികം വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഫ്രാൻസിസ് എന്ന പേര് ഒരു മാർപ്പാപ്പ സ്വീകരിക്കുന്നത്. ഇതും പ്രത്യേകതയുള്ളതാണ്. പാവങ്ങളുടെ പുണ്യാളൻ എന്നറിയപ്പെട്ടിരുന്നു. അസീസിലെ വിശുദ്ധന്റെ പേരാണ് ഫ്രാൻസിസ് എന്നുള്ളത്. ആ പേരാണ് അദ്ദേഹം സ്വീകരിച്ചത് എന്ന പ്രത്യേകതയുമുള്ള ആ പേര് അന്വർത്ഥമാക്കിക്കൊണ്ട് മാർപ്പാപ്പയായ ശേഷം വത്തിക്കാൻ കൊട്ടാരം വേണ്ടെന്ന് വെച്ച് അതിഥി മന്ദിരത്തിലെ സാധാരണ മുറിയിൽ താമസമാക്കിയിരുന്നു അദ്ദേഹം. ഇറ്റലിയിൽ നിന്ന് അർജന്റീനയിലെ കുടിയേറിയ കുടുംബത്തിലെ മൂത്തപുത്രനായി. ജനനം 1936. 21-ാം വയസ്സിൽ ഗുരുതര ശ്വാസകോശ രോഗം ബാധിച്ചിരുന്നു അദ്ദേഹത്തിന്. രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം മുറിച്ചു നീക്കേണ്ടി വന്നിരുന്നു. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ അദ്ദേഹത്തിന് ആശുപത്രിവാസം വേണ്ടി വന്നിരുന്നു. അവിടെയും അദ്ദേഹത്തിന് ഡബിൾ ന്യൂമോണിയ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യം തീരെ മോശമായതാണ്. പക്ഷേ എന്നിട്ടും അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയിരുന്നു. ലോകമാനമുള്ള വിശ്വാസികളുടെ പ്രാർത്ഥന ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. ചെറുപ്പം മുതൽ തന്നെ ശ്വാസകോശ ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായി മാറുകയായിരുന്നു. ബ്യൂണസ് അയേഴ്സിലെ ബാല്യവും ചെറുപ്പവും പ്രത്യേകത ഒന്നുമില്ലാത്തതായിരുന്നു. രസതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയിരുന്നു അദ്ദേഹം. ബെർഗോളി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ലാബ് അസിസ്റ്റന്റായി ജോലി ചെയ്തു. കുറച്ചുകാലം സെക്യൂരിറ്റി പണിയും ചെയ്തിട്ടുണ്ട്. മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ കുട്ടിക്കാലത്ത് തനിക്ക് പ്രണയലേഖനം തന്നിട്ടുണ്ടെന്ന് അവകാശപ്പെട്ട് ഒരു അയൽക്കാരി രംഗത്ത് വന്നിരുന്നതും ആ കാലത്ത് വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. എന്നും പോപ്പ് ഫ്രാൻസിസ് വാർത്തകളിൽ ഇടം പിടിച്ചു. ദീനാനുകമ്പ പ്രശസ്തമായിരുന്നു അദ്ദേഹം പാവങ്ങളോടൊപ്പമായിരുന്നു എപ്പോഴും. ലളിത ജീവിതം നയിച്ചു വന്നിരുന്നയാളാണ്. വത്തിക്കാൻ ന്യൂസിന്റെ ഔദ്യോഗികമായ അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. പോപ്പ് ഫ്രാൻസിസ് ഇപ്പോൾ നമ്മോടൊപ്പമില്ല. അദ്ദേഹം വിടവാങ്ങിയിരിക്കുകയാണ്. കാലം ചെയ്തിരിക്കുകയാണ് പോപ്പ് ഫ്രാൻസിസ്.